വിസ്തൃത ലോകവിധാനത്തിൽ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിലെ 3 പാഠങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ മണ്ണും മനുഷ്യനും, പിന്നെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ആദ്യം നമ്മൾ പഠിക്കുന്നത് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പാഠഭാഗമാണ്. മണ്ണും മനുഷ്യനും ടി പത്മനാഭന്റെ കഥയാണ്. കൊച്ചിയിലെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കഥാകാരൻ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് താമസം തുടങ്ങി. നഗരത്തിന്റെ ബഹളമൊന്നും ഇല്ലാത്ത ഒരു സമാധാനമുള്ള ഒരു സ്ഥലം. അദ്ദേഹം അവിടെ വന്നതിന് ശേഷം പിന്നീട് പലരും വന്നവിടെ വീട് വെച്ചു. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കൊട്ടാരം പോലുള്ള ഒരു വീട് കഥാകാരനെ ആകർഷിച്ചു. ഒരു ഗൾഫ് മലയാളിയുടെ വീടാണത്. അയാള് ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം പണമുണ്ടാക്കി ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട്. അയാളുടെ 2 മക്കളും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. UK നായർ എന്നാണ് അയാളുടെ പേര്. അയാളുടെ വീട് പണി വളരെ വേഗത്തിൽ തന്നെ നടന്നു. ഭാര്യ നേരത്തെ മരിച്ചിരുന്നു. UK നായരുടെ മക്കള് വീട്ടിൽ വന്ന് താമസിക്കാറില്ല. ആ വലിയ വീട്ടിൽ UK നായർ വല്ലപ്പോഴും വന്നു പോകും. ഒരു കെയർ ടേക്കറാണ് വീട് നോക്കുന്നത്. വീടിന് മുമ്പിലും പിമ്പിലും ഒക്കെ ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് UK നായർ വെട്ടിമാറ്റി. അദ്ദേഹം തന്റെ വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തു. പിന്നീട് അത് മാറ്റി മാർബിൾ പതിപ്പിച്ചു. വീടിന് ചുറ്റും മരങ്ങളായാൽ കാറ്റും വെളിച്ചവും കിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. മുറ്റത്തെ ടൈൽസോ മാർബിളോ ഇട്ടില്ലെങ്കിൽ അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റും. മുറ്റത്തുള്ള മനോഹരമായിട്ടുള്ള ചെമ്പകമരം പോലും അയാൾ വെട്ടിയൊതുക്കി. അത്തരത്തിൽ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിതകാലം ആ വീട്ടിൽ താമസിക്കാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ മക്കൾ ഇനി നാട്ടിലേക്കില്ല, അമേരിക്കയിൽ തന്നെ വിവാഹം കഴിച്ചു കൂടാനാണ് എന്ന വാർത്ത അയാളെ ദുഃഖിതനാക്കി. അതിനുശേഷം അയാളുടെ ശരീരം ക്ഷീണിച്ചു. ഒന്നിനും ഒരു താല്പര്യമില്ലാതെയായി. ആ കൊട്ടാരം പോലത്തെ വീട് പോലും വേണ്ടാതെയായി. ഒരു സുപ്രഭാതത്തിൽ എങ്ങോട്ടൊന്നില്ലാതെ അയാൾ ഇറങ്ങി നടന്നു, ഇനിയൊരു തിരിച്ചുവരവില്ലാതെ. ഇതറിഞ്ഞ് നമ്മുടെ പ്രകൃതി സ്നേഹിയായിട്ടുള്ള കഥാകാരൻ ഒന്നും പറയാനാകാതെ നിന്നുപോയി. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്നതാണ്. PP രാമചന്ദ്രന്റെ ഈ കവിതയിൽ കവി വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന പട്ടണത്തിനടുത്തുള്ള മലങ്കരയിൽ തന്റെ സുഹൃത്തിന്റെ വീടിന്റെ വരാന്തയിലിരുന്ന് നോക്കിയപ്പോൾ മുന്നിലായി അകലെ ഒരു പാടം കണ്ടു. ഞാറ്റടി പച്ചയും ചാറ്റൽ മഴയും ചെളിയുടെ മണവും പോത്തുപൂട്ടുന്ന കുറുമർ എന്ന ആദിവാസി യുവാക്കളും കാക്കകളും കൊക്കുകളും ഒക്കെ കവി മനസ്സിനെ ഇങ്ങനെ ഉണർത്തി. പച്ചയിൽ കുളിച്ച് കലാരൂപങ്ങളുടെ സമൃദ്ധിയിൽ കേരള ഭൂമി മുഖം കാണിക്കുന്നു. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ കവി തന്റെ തൂലിക വിറ്റ് വാങ്ങിയ കിടിലൻ ഫോൺ എടുത്ത് ക്യാമറയിൽ പല പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് അത് ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ധാരാളം കമന്റുകൾ വന്നു. വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ തുരുതുരാ വന്നു തുടങ്ങി. എന്തൊക്കെയായിരുന്നു മെസ്സേജുകൾ? വയനാടിന്റെ ഹരിതഭംഗി ഇനിയും പോയിട്ടില്ല, കർഷകർ ആത്മഹത്യ ചെയ്തിട്ടില്ല, അതിനൊക്കെ സാക്ഷിയാണ് ഈ ചിത്രം തുടങ്ങിയവ. മറ്റൊരു കമന്റ് ഇപ്രകാരമാണ്: മാഷെ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഭാവിയിൽ ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്തണം. മാഷ് പടം പിടിക്കാനിരുന്ന വീടും കുടിയിരുപ്പും എത്ര സെന്റ് വരും? അത് വാങ്ങാൻ ആഗ്രഹമുണ്ട്, വില ചോദിക്കാമോ? തുടങ്ങിയ മെസ്സേജ്. അടുത്തത് എന്താണ്? കുറച്ചു കഴിഞ്ഞപ്പോൾ 7 വൻകരയിലെയും ആളുകളുടെ പ്രതികരണം വന്നു. ജിദ്ദയിൽ നിന്നും, ഷാർജയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, ന്യൂയോർക്കിൽ നിന്നുമൊക്കെ മെസ്സേജുകൾ വന്നു തുടങ്ങി. അവസാനം ലോകത്തിന്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ്: പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര GB എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത്. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. സാറാ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ആ നോവലിലെ ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്ന ഈ പാഠഭാഗം. വെള്ളവുമായി വളരെ ബന്ധമുള്ള ഒരു പ്രദേശമാണ് ആദി. ഇതിലെ കഥ പറച്ചിലുകാരനാണ് നൂർ മുഹമ്മദ്. ഒരു ദിവസം അദ്ദേഹം ഒരു കുളക്കരയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണാനിടയാവുന്നു. കുളക്കര, തോട്ടുവക്ക്, കായൽക്കര ഇവിടെയൊക്കെയാണ് ഇവളെ അദ്ദേഹം കാണുന്നത്. അലക്കാനോ കുളിക്കാനോ കക്കവാരാനോ ഒന്നുമല്ല അവൾ വരുന്നത്. അവളുടെ വിചിത്രമായിട്ടുള്ള സ്വഭാവം അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ വെള്ളത്തിലൂടെ നടന്ന് കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടു. എന്നാൽ അവൾ തിരികെ വന്നില്ല. 4ഉം 5ഉം ദിവസം ആ പെൺകുട്ടിയെ അയാൾ അന്വേഷിച്ചു നടന്നു. 6ാം ദിവസം ഒരു ആമ്പൽക്കുളക്കരയിൽ വെച്ചാണ് അവളെ അയാൾ കണ്ടുമുട്ടുന്നത്. അയാൾ അവളോട് പരിചയം പുതുക്കിയപ്പോൾ കുളത്തിലെ വെള്ളം കലങ്ങിയതിനെ കുറിച്ച് അവൾ പറഞ്ഞു. കലങ്ങിയ വെള്ളം തെളിയുമെന്ന് അയാൾ സമാധാനിപ്പിച്ചിട്ടും അവൾ വിശ്വസിച്ചില്ല. അയാൾ ബുദ്ധന്റെ കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ ബുദ്ധനും ശിഷ്യനും ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ദാഹിക്കുകയും വെള്ളമെടുക്കാനായി ശിഷ്യനെ വന്ന വഴിക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. ശിഷ്യൻ അരുവിയുടെ അടുത്തെത്തുന്ന സമയത്ത് കാളവണ്ടികൾ ഇറങ്ങിയതിനാൽ അരുവിയിലെ വെള്ളം കലങ്ങുകയും അവൻ വെള്ളമെടുക്കാതെ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ ബുദ്ധൻ കാത്തിരുന്നാൽ വെള്ളം തെളിയുമെന്ന് പറഞ്ഞ് അവനെ വീണ്ടും തിരിച്ചയച്ചു. കാത്തിരിപ്പിന് ശേഷം ശിഷ്യൻ തെളിഞ്ഞ വെള്ളവുമായി തിരിച്ചു വന്നു. ശിഷ്യന് ബുദ്ധനോട് തോന്നിയ ദേഷ്യം വെള്ളം തെളിയുന്നത് പോലെ മാറിപ്പോയി. ഈ കഥ കേട്ടപ്പോൾ കുട്ടി സന്തോഷിച്ചു. ആ ഒരു സന്തോഷം നൂർ മുഹമ്മദിനും ഉണ്ടായി. ആരും കാണാത്തത് കണ്ടവൾ, ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടവൾ, ആരും വേദനിക്കാത്തതിനെക്കുറിച്ച് വേദനിച്ചവൾ, അതായിരുന്നു ആ പെൺകുട്ടി. കണ്ണടച്ചിരുന്നാൽ എന്തും കാണാൻ കഴിയുമെന്ന അയാളുടെ വാക്കുകളിൽ അയാളും അവളും കണ്ണടച്ചിരുന്നു. അപ്പോൾ അവൾ അനന്തമായ നീലാകാശവും നിർമ്മലമായ തടാകവും പച്ചക്കാടുകളും ശുദ്ധമായ അരുവിയും കാറ്റിനൊപ്പം വരുന്ന തോണിയും തോണിയിൽ കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരനെയും കണ്ടു.
അടുത്തടുത്ത് വരുന്ന സുഗന്ധത്തിൻ്റെ പുറത്ത് ഏത് പൂവാണ് നിങ്ങൾ എന്നവൾ ചോദിച്ചു. അയാൾ കണ്ണു തുറക്കുന്ന സമയത്ത് വെള്ളം ചവിട്ടിത്തെറിച്ച് അവൾ കടന്നു പോകുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഇതാണ് ഈ പാഠഭാഗത്തിലെ ആശയം.